ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഞാനോ. അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ എവിടെയാ വന്നത്? ബാറ്ററി എന്ന് വായിച്ചു പോകുന്നുണ്ട്. അതെ അതെ, ബി ആയിട്ട് രാത്രി കൂടെ വായിക്കുന്നുണ്ട്. നമ്മള് റീൽസിലൊക്കെ കണ്ടിട്ട് കൊതി മൂത്ത് വന്നേക്കുന്നതാണ്. അങ്കമാലി മീൻകറി കഴിക്കാൻ വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഞാൻ വന്നയാ കിട്ടുന്ന വിചാരിക്കാം. അപ്പൊ സമയം ഏകദേശം 3 മണിന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. അതെ, നമ്മള് വിശപ്പിലങ്ങ് ഇത്രയും ദൂരം വന്നതാണ്. ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 40 മിനിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് വന്ന്. പക്ഷെ നമ്മൾ അത് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതെ, നല്ല ഊണ് കിട്ടും, നല്ല മീനൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. നല്ല വാഴയിലൊക്കെ ഇട്ടിട്ട് നല്ല, അതായത് ഇത് കണ്ടോ, ഇവിടെ ഒരു എന്താ പറഞ്ഞ ഓപ്പൺ ടൈപ്പ്, ഒരു ഹട്ട് ടൈപ്പ് ആണ്. അപ്പൊ ഇങ്ങനെ നിരത്തി നല്ല ഇലയൊക്കെ ഇട്ടിട്ട് കുറെ പേര് വെയിറ്റിംഗ് ആണ്. ഇനി അവരുടെ സെക്ഷൻ കഴിഞ്ഞാലേ നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നിട്ട് നല്ല മീനും അങ്കമാലി മാങ്ങാക്കറി ഒക്കെ കഴിക്കാന്ന് വെച്ച് വന്നതാണ്. അതെ, എനിക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇതൊക്കെ. എന്നിട്ട് അങ്കമാലി മാങ്ങാക്കറി വേണമെന്ന് പറഞ്ഞിട്ട് കൊതിമുത്തത് നമ്മുടെ മെനു കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. എന്താടി നോൺ വെജ് സൈഡ്? ചിക്കൻ ഗീറോസ്, മീൻ വറ്റിച്ചതൊക്കെ ഉണ്ട്, മത്തി ഫ്രൈ, എല്ലാ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നല്ല പയറ് തോരനും, അതായത് നല്ല ചമ്മന്തി അല്ലേ. ഷെഫ് ഇവിടെ ചോറിന് ഉണ്ണാനായിട്ടുള്ള വെയിറ്റിംഗിലാണ്. ഞാൻ മാങ്ങാക്കറിക്കാണ് വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇവിടുത്തെ അങ്കമാലി മാങ്ങാക്കറി ഞാൻ ഇതുവരെ കഴിച്ചില്ല. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ്. ഇതല്ലേ നമ്മുടെ മാങ്ങാക്കറി? ഇതാണ് നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി. സത്യത്തിലുണ്ടല്ലോ എനിക്ക് വായിലൂടെ വെള്ളം വരുന്നു. മാങ്ങാക്കറി എനിക്ക് വന്നില്ല, ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ട്രൈ ചെയ്ത് നോക്കണം. നല്ല മാങ്ങാക്കറി കൂട്ടിയിട്ട് ആദ്യം വെറും മാങ്ങാക്കറി കൂട്ടിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി കേട്ടോ. മീൻകറിയുടെ ഒക്കെ ടേസ്റ്റ് നല്ലുണ്ട്. പിന്നെ ബീഫൊക്കെ കൂട്ടി മത്തി വന്നു. അത് മീൻ വറ്റിച്ചതല്ലേ? എന്ത് മീനാണ്? ഞാൻ നിന്നൊരു ഒരു പീസ് ഇട്ടുകൊടുത്തായി. ഇതാണ് നമ്മളെ മീൻ വറ്റിച്ചത്. ഇത് മാങ്ങാക്കറിയില്ല, അടിപൊളി സെറ്റ് സാധനം. ചുമ്മാ അറിയില്ല കേട്ടോ, അടിപൊളി സാധനം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇല്ല, എനിക്ക് ചോറിന് അങ്ങനെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. പറഞ്ഞോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ മാങ്ങാക്കറി ഇങ്ങനെ കഴിച്ചപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നു. ഇനി എനിക്ക് നോക്കണ്ട ഏതാണെന്നറിയാം. മോൻ പറ. ആ ആ മീൻകറിയിലെ അടിപൊളിയാ. ഇത് നോക്കണേ. ഇനി എന്നാ പറയാ, ഈ മീൻ ഇങ്ങനെ ഇളക്കണം. ഒച്ചത് പറ. മീൻ ഇങ്ങനെ ഇളക്കണം. ഒരു മീൻ വെച്ചിട്ട് മീനിന്റെ ഗ്രേവി ഇല്ല, ആ ഓയിലോട് കൂടിയിട്ടല്ല, അതിങ്ങനെ ഒഴിക്കണം. പക്ഷെ കുറച്ചല്ല ഒഴിക്കണ്ടേ, ഇച്ചിരി നന്നായിട്ട് ഒഴിക്കണം. നോക്ക്, നന്നായിട്ട് ഒഴിച്ചിട്ടില്ലേ? എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു പീസ് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഈ പീസ് എടുത്തിട്ട് ഈ മീൻ കഴിക്കാത്തോട്ട് ഇങ്ങനെ ഇടും. ചോറ് ഒരു തുള്ളി പോലും കഴിക്കാത്ത എന്നെ മുന്നിൽ ഇവിടെ കൊതിപ്പിക്കുക. ഇങ്ങനെ എടുത്തിട്ടുണ്ടോ? നിനക്ക് തരണമെന്നുണ്ട്, പക്ഷെ എനിക്ക് തരാൻ തോന്നില്ല. ഇവർ രണ്ടുപേരും കണ്ടോ, രണ്ടാമത് ചോറ് വാങ്ങി കഴിച്ച് ഒരു ഇതും ഇല്ല. ഒരു ഇത് നോക്കണം, ഇത് കഴിക്കരുത്. ഞാൻ പറയട്ടെ, ഞാൻ കുറച്ച് ചോറ് എടി മീൻ ഇങ്ങനെ എടുക്കും, മത്തി എടുക്കണം. മത്തി എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇച്ചിരി ചമ്മന്തി ഇങ്ങനെ ഇടണം, ഇച്ചിരി തോരൻ ഇങ്ങനെ ഇടണം, ഈ സലാഡ് ഇങ്ങനെ ഇടണം. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് എന്റെ പൊന്നു സ്റ്റേറ്റി. അടിപൊളി പായസം. ഇനി ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇവർ ഈ സാധനങ്ങൾ മൊത്തം കാലിയാക്കുന്നതായിരിക്കും. എല്ലാം ഒന്നിനൊന്നും മെച്ചാട്ടോ, അടിപൊളിയാണ്. ഒരു പ്രാവശ്യമല്ല കേട്ടോ, ഇനിയും വരും. ഇവിടെ ഇനി നമ്മൾ ഇനിയും വരും, ഉറപ്പാണ്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
പിന്നെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല, നല്ല നല്ല എല്ലാത്തിനും അതുപോലത്തെ ടേസ്റ്റാണ്. എല്ലാം ഫ്രൈ ഐറ്റംസ്. ഇത് നല്ല പോത്തിന് ഫ്രൈ ആണ്. ഫ്രൈ ഉണ്ടല്ലോ നമുക്ക് ഈ പീസ് എടുത്ത്. ഇവള് ഇത് കഴിക്കത്തില്ല. നന്ദി. പക്ഷെ ഇത് കിടുവാ. അതിനെ പറഞ്ഞോ. ഏകദേശം എല്ലാവരെയും കാലിയാവാനായിട്ട്. എൻ്റെ കാലി ആയിട്ടില്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴേ എനിക്കിഷ്ടം ഇങ്ങനെ എരിച്ചരിച്ച് കഴിക്കണം. എരിവ് വന്നിട്ട് നല്ല എരിവ്. ഇത് നല്ല എരിവുണ്ട്. എല്ലാം നല്ല സ്പൈസി സാധനമാണ്. അതുകൊണ്ട് നമുക്ക് സൗണ്ട് ഇല്ല. ഭക്ഷണം കണ്ടിട്ട് എന്താണെന്ന് അറിയില്ല, സൗണ്ടൊക്കെ പോയി. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്താ പറഞ്ഞ അടിപൊളി കേട്ടോ. ഇല്ല, നീ വിചാരിക്കുന്ന സൗണ്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന സൗണ്ട് ഇല്ലേ, അതുപോലെ ഇല്ല. അവൾ പതുക്കെ സംസാരിക്കുന്നത്. ഞാൻ കുറച്ച് ബീഫ് കുഴച്ച്, ഇച്ചിരി ബീഫ് വെച്ച് എൻ്റെ ഗ്രേവി വെച്ച് കുഴച്ച് ഞാൻ അതിന് വീഡിയോ എടുക്കട്ടെ. കുട്ടി അവള് വീഡിയോ എടുക്കുന്നുണ്ട്. സൂപ്പർ. പായസം ഇലയിൽ വെച്ച് കഴിക്കും. എന്താ മേഡം ഇനി ഉദ്ദേശം പായസം കഴിക്കാം. പക്ഷെ വെള്ളം പോലത്തെ പായസം. വെള്ളം ഇനി ഇതിന്റെ ഞങ്ങൾ എങ്ങനെ കഴിക്കണേന്നറിയാമോ? പപ്പടം കൂട്ടിയിട്ടാണോ? പപ്പടവും പഴവും. അത് നമ്മൾ പായസമല്ല കഴിക്കാം, കുഴച്ചൂണുണ്ട് ഞങ്ങൾക്ക്. അത് വെച്ചാൽ ഊണ് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ പപ്പടവും പഴവും നെയ്യ് പഞ്ചസാര അതൊക്കെ കൂടി കുഴച്ചിട്ട് പഴം ഇട്ടിട്ട് നല്ലോണം കുഴച്ച് ചേച്ചിയുടെ വീട്ടിൽ പോകും. അവിടെ മറ്റേ ക്രിസ്ത്യാനിമാരെങ്ങനെയാണെന്ന് പാനി എന്ന് പറയുന്നുണ്ട്. ഒരു പഴച്ചാറിന്ന് ഉണ്ടാക്കണതാണ്. പഴച്ചാറാന്ന് എനിക്ക് തോന്നണേ. ഒരു മിനിറ്റ്. പഴച്ചാറും എന്നിട്ട് ഈ പഴവും കൂടെ മിക്സ് ചെയ്യും. ഒരു വൈൻ പോലൊക്കെ ഇരിക്കും പാനി എന്ന് പറയുന്നുണ്ട്. നല്ല മധുര. അതിനോട് ഈ പഴവും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് അവർ ഫുഡ് കഴിച്ചിട്ട് ഈ സാധനം എല്ലാ കല്യാണത്തിനും എല്ലാം ഇത് മസ്റ്റാണ്. പിറവത്താണ് എൻ്റെ ചേട്ടൻ വൈഫിൻ്റെ വീട്. അവിടെ കഴിക്കുമ്പോൾ ഇത് മെയിനാണ്. ഞാൻ പോർക്കുവാണ് ഇങ്ങനെ നീ വഴിച്ച്. എനിക്ക് പിന്നെ ഇഷ്ടമാണ് പായസവും പപ്പടവും പഴവും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. മക്കളിതാ ബിരിയാണിയൊക്കെ കഴിച്ച് എഴുന്നേറ്റു. ഇവിടെ എല്ലാം മടക്കി. എന്താണ് ടേസ്റ്റ് നോക്ക്. ഇത് നമ്മുടെ എന്താണ് ഷാദിക്ക് ബിരിയാണി. എനിക്ക് കർണാടക ബിരിയാണിയാണ് ഇത് കേട്ടോ. അതായത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി എന്നാണ് അവർ പറയുന്നത്. ഷാദിക്ക് ബിരിയാണി ടേസ്റ്റ് ഓക്കെ കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. പിന്നെ ഇതാ ഞാൻ ഈ മാങ്ങാക്കറി വിട്ടുള്ള കളിയില്ല. ഞാനിതൊരു അല്പ ചോറോട് വാങ്ങിച്ചു കേട്ടോ. ഒരു മാങ്ങാക്കറി ഒക്കെ കൂട്ടി ഇളക്കി. പിന്നെ പായസം ഉണ്ട് ഇവരുടെ. അടുത്ത പായസം മേടിച്ചിട്ടിരിക്കുകയാണ്. ചേട്ടനിന്റെ അടുത്ത് എന്താണ്? നിർത്തി പോരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ ബീഫിലുള്ള ചെറിയ ചെറിയ പീസൊക്കെ ബാക്കി എല്ലാം തീർന്നു. ഓക്കെ, ഇനി നമ്മൾ ലൈം ജ്യൂസ് ആയിട്ട് നമ്മളിത് അവിടെ എല്ലാവരും ഇപ്പോൾ ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ സൈഡിൽ പോയി നമുക്ക് ലൈം ജ്യൂസ് കുടിക്കാം അല്ലേ? ഇതുപോലൊരു നല്ലൊരു ഹട്ട് ടൈപ്പാട്ടോ ഇവിടെ. ഇവിടെ ഇങ്ങനെ പുറത്ത് കുറച്ചധികം സൗകര്യമുണ്ട്. എനിക്ക് തോന്നുന്നു നൈറ്റ് ടൈം വരുമ്പോൾ കുറച്ചുകൂടി വൈബായിരിക്കും. ഇത് കാണുന്നു. പിന്നെ ഉള്ളിൽ ഇത്തിരി സ്ഥലമുണ്ട്, വാഷ്റൂം. ദാരിദ്ര്യം പിടിച്ച മനുഷ്യൻ എൻ്റെ മേടിച്ചു കുടിക്കുന്നുണ്ടോ? അത് ലൈം ജ്യൂസ്. ഇവിടെ ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. ചെറുതായ ഏരിയ ആണ്, എന്നാലും അവർക്ക് ഇത്തിരി നേരമൊക്കെ കളിക്കാം. ഞാനും കളിക്കട്ടെ. കളി. ഇവിടെ ട്യൂസ്ഡേ ക്ലോസ്ഡ് ആണ് കേട്ടോ. നമ്മൾ ഇറങ്ങി പോവാണ് ഇത് കണ്ടത്. എൻ്റെ ബുദ്ധിപരമായതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ടൈമിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവരെന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ ഹോട്ടലിനെ പറയൂ. എന്നെ ഇവര് അപമാനിച്ച് കളയോ കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഞാൻ വീട്ടിൽ പോവാ. അപ്പൊ നമുക്ക് ഇറങ്ങാല്ലേ? പിന്നെ എനിക്ക് ഈ ചെടിച്ചട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇത് ഓരോന്ന് പൊക്കിക്കൊണ്ട് പോകും. ഇന്ന് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നെങ്കിൽ ബോസ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫുഡാണ്. ഒരു കഴിച്ചു.
പിന്നെ എന്തൊക്കെയാ കഴിച്ചേ? നമ്മളെ മെയിൻ ആയിട്ട് നമ്മൾ ആ മാങ്ങാക്കറി കേട്ടോ. മാങ്ങാക്കറി, ആ മാങ്ങാക്കറി കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത്. എന്താണ് അങ്കമാലി മാങ്ങാക്കറി. നമ്മുടെ റീൽസിലൊക്കെ ഇപ്പം എന്താണ് ഹിറ്റ് ആയിട്ടിരിപ്പുണ്ട്. നമ്മുടെ കുറച്ച് ഫേമസ് മറ്റേ നമ്മുടെ ഫിലിം യൂട്യൂബേഴ്സും മറ്റേ ഫിലിം സ്റ്റാർ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മളെ ഇവന്റെ പടമല്ലേ നിങ്ങൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് ഫഹദ് ഫാസിലിന്റെ രംഗണ്ണൻ അപ്പൊ അവരൊക്കെ വന്നിട്ട് ഇവിടെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഓർത്തപ്പം നമ്മുടെ വീട്ടിൽ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ആ അങ്കമാലി മാങ്ങാക്കറി കഴിക്കുന്നത് കണ്ടിട്ട് ആ കൊതി മൂത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷെ അടിപൊളി സാധനം, ഒന്നും പറയാനല്ലോ അല്ലെ. പോർക്ക് കഴിച്ചു, ബീഫ് കഴിച്ചു, എല്ലാം അടിപൊളിയാട്ടോ. അപ്പൊ എല്ലാരും വരാം കേട്ടോ ഇവിടെ. മസ്റ്റ് ട്രൈ ആണ് എന്താണല്ലോ. ഉച്ചയ്ക്ക് നല്ലൊരു ഊണും ഇതുപോലെ വിശന്നിരിക്കുമ്പോ നല്ല അടിപൊളി ടേസ്റ്റി ഫുഡ് കഴിക്കണം. നിങ്ങൾ ഉറപ്പായിട്ടും ബോസ്കയിലോട്ട് വരട്ടോ. ഞങ്ങൾ കഴിച്ചതിൽ ഉറപ്പാ തരുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടാണ് ഇവിടുത്തെ റേറ്റ് ആണ്. എന്താ പറയാ, എല്ലാം ഒരു 200 റേഞ്ചിന് മേലെ ഒന്നുമില്ല. എല്ലാം മാക്സിമം വരുന്നത് 250 ആ ഒരു റേഞ്ചൊക്കെ എല്ലാം വരുന്നത്. എല്ലാ പ്രോൺസ് ഇതൊക്കെ വരുന്നത്. ബാക്കിയെല്ലാം ഒരു 100 ആ ഒരു റേഞ്ചിന്റെ ഞങ്ങൾ റേഞ്ചിന്റെ ഇത് നമുക്ക് ഇട്ട് കൊടുക്കും. മെനു എന്തായാലും ഇതിനകത്ത് ഉണ്ടായിരിക്കാം. അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ്. എല്ലാരും വരിക, കഴിക്കുക, അടിപൊളിയാണ്. അപ്പം എല്ലാവർക്കും ബൈ.